Take a deep breath of fresh air. Let it refresh your mind and remind you that every day is a new beginning. കൊടൈക്കനാലിലെ മണ്ണവന്നൂരിൽ നിന്നും ഞങ്ങളുടെ യാത്ര അവിടുത്തെ ഫേമസ് സ്പോട്ടായ അൽത്താഫ് കഫേയിലേക്കായിരുന്നു. മൂടൽമഞ്ഞ് നിറഞ്ഞ വട്ടൈക്കനാലിൻ്റെ കാഴ്ചകൾ ആസ്വദിച്ച് ഞങ്ങൾ ഡിന്നർ പൂർത്തിയാക്കി. ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു ദിവസം കൂടെ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു പകലിനായി രാത്രി വഴിമാറി. ഇതാണ് കൊടൈക്കനാൽ ഊട്ടി ഘാട്ട് റോഡ്. പർവ്വതങ്ങളും പച്ചപ്പും നിറഞ്ഞ വഴിയിലൂടെ ഞങ്ങളുടെ യാത്ര തുടർന്നു. കൊടൈക്കനാലിൽ നിന്നും ഏകദേശം 7 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഊട്ടിയിലേക്ക്. ഞങ്ങളുടെ അടുത്ത സ്റ്റേ ഊട്ടിക്ക് തൊട്ടു മുൻപ് സ്ഥിതി ചെയ്യുന്ന കുണൂരിലാണ്. അതിശയിപ്പിക്കുന്ന മനോഹാരിത നിറഞ്ഞ ഈ യാത്ര ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങൾക്ക് പേരുകേട്ട കൂണൂർ അതിമനോഹരിയാണ്. നീലഗിരി കുന്നുകളുടെയും താഴ്വാരങ്ങളുടെയും മനോഹരമായ പനോരമിക് കാഴ്ചകൾ ആസ്വദിച്ച് ഞങ്ങൾ ഹോം സ്റ്റേ ലക്ഷ്യമാക്കി യാത്രയായി. അനുഗ്രഹ ഹോം സ്റ്റേ. പേരുപോലെ തന്നെ പ്രകൃതിയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലം. പച്ചപ്പ് നിറഞ്ഞ ഒരു ചെറിയ പൂന്തോട്ടവും കടന്ന് ഞങ്ങൾ റൂമിലേക്ക് നടന്നു. ഇവിടുത്തെ ബാൽക്കണി വ്യൂ അതിമനോഹരമാണ്. പച്ചപ്പുതച്ച തേയിലത്തോട്ടങ്ങളും ദൂരത്ത് കാണുന്ന മലകളുമെല്ലാം ഇതുവരെ കാണാത്ത ഒരു ലോകത്ത് ചെന്ന ഒരു ഫീൽ ഉളവാക്കി. വി ഫെൽറ്റ് ദ ബ്ലിസ് ഓഫ് നേച്ചർ. യാത്രാവിശേഷങ്ങളും വർത്തമാനങ്ങളും ചായയുമെല്ലാമായി ഞങ്ങൾ ആ ദിവസത്തിനു വിരാമമിട്ടു. പ്രതീക്ഷയുടെ പുതുകിരണങ്ങളുമായി മറ്റൊരു ദിവസം ആരംഭിച്ചു. ഇന്നത്തെ ഞങ്ങളുടെ ആദ്യത്തെ യാത്ര ഊട്ടിയിലെ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. ഈ ഉദ്യാനത്തിൽ വിദേശീയവും തദ്ദേശീയവുമായ 1000ഓളം മരങ്ങളും ചെടികളും പൂക്കളും എല്ലാം ഉണ്ട്. ഇവിടുത്തെ ഗ്ലാസ് ഹൗസിൻ്റെ കാഴ്ച വളരെ മനോഹരമാണ്. പലതരത്തിലുള്ള പൂക്കളും ചെടികളും എല്ലാം നല്ല ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്നു. ഊട്ടിയിലെത്തുന്ന സഞ്ചാരികൾക്ക് ഈ ഉദ്യാനം വളരെ നല്ലൊരു റിലാക്സിംഗ് സ്പോട്ടാണ്. ഞങ്ങളുടെ അടുത്ത യാത്ര ഊട്ടിയിലെ തന്നെ ഏറ്റവും മനോഹരമായ എമറാൾഡ് ലേക്കിലേക്കാണ്. ടൗണിൽ നിന്നും 1 മണിക്കൂർ യാത്രയുണ്ട് ലേക്കിലേക്ക്. ഈ ഡ്രൈവിൽ കാണുന്ന കാഴ്ചകൾ അതിമനോഹരമാണ്. ഊട്ടിയുടെ ശരിക്കുള്ള ഭംഗി എടുത്തറിയിക്കുന്ന പച്ചപ്പും നീണ്ടു നിവർന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളും പല നിറത്തിൽ പെയിൻറ് ചെയ്ത വീടുകളും എല്ലാം അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. അങ്ങനെ 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ എമറാൾഡ് ലേക്കിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ എത്തിച്ചേർന്നു. ഉയർന്ന പൈൻമരങ്ങളുടെ ഇടയിലൂടെ ഞങ്ങളുടെ നടത്തം തുടർന്നു. ഇളം തണുപ്പും കാടിൻ്റെ വൈബും എല്ലാം ഞങ്ങൾ നന്നേ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എമറാൾഡ് ലേക്ക്. നീലഗിരി പർവ്വതനിരകളുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകം ഈ മേഖലയിലെ ഏറ്റവും മനോഹരമായ തടാകങ്ങളിൽ ഒന്നാണ്. പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഈ തടാകത്തിൻ്റെ തീരത്ത് കാണുന്ന ഇടതൂർന്ന മരങ്ങളും മേലെ പഞ്ഞിച്ചുരുൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളുമെല്ലാം ഈ സ്ഥലത്തിന് ഒരു മാജിക്കൽ വ്യൂ നൽകുന്നുണ്ടായിരുന്നു. വി റിയലി എൻജോയ്ഡ് ദ കാംനെസ് ഓഫ് ദിസ് പ്ലേസ്. ഊട്ടിയിലെ മികച്ച ചോക്ലേറ്റ് ഫാക്ടറികളിൽ ഒന്നാണിത്. ഹാൻഡ് മെയ്ഡ് ചോക്ലേറ്റ്സിന് പേരുകേട്ട സ്ഥലമാണ് ഊട്ടി. പല ഫ്ലേവറുകളിൽ നിർമ്മിക്കപ്പെടുന്ന ഊട്ടി ചോക്ലേറ്റ്സിന് ആരാധകരേറെയാണ്. ചെറിയൊരു ചോക്ലേറ്റ് ഷോപ്പിങ്ങിന് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു. ആരെയും വിസ്മയിപ്പിക്കുന്ന ലാൻഡ്സ്കേപ്പാണ് ഊട്ടിയുടേത്. ഇത്ര മനോഹരമായ ഊട്ടിയെ ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്നതിൽ ഒട്ടും അതിശയമില്ല. ഞങ്ങളുടെ ഇനിയുള്ള യാത്ര ഊട്ടിയിൽ നിന്നും 20 കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന പൈക്കര ലേക്കിലേക്കാണ്.
ലേക്കിലേക്ക് എത്താനായി മെയിൻ എൻട്രൻസിൽ നിന്നും കുറച്ച് ദൂരത്തെ യാത്രയുണ്ട്. കാൽനടയായും ബഗ്ഗിയിലും ഇവിടേക്ക് എത്തിച്ചേരാം. ഞങ്ങൾ ബഗ്ഗി യാത്ര തിരഞ്ഞെടുത്തു. പത്ത് മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ലേക്കിലേക്ക് എത്തിച്ചേർന്നു. മുകുർത്തി മലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന പൈക്കര നദി നീലഗിരി പർവ്വതങ്ങളുടെ താഴ്വാരത്തിലൂടെ പ്രകൃതിദത്തമായ പൈക്കര തടാകമായി രൂപപ്പെട്ടു. നീലഗിരിയിലെ പച്ചപ്പ് നിറഞ്ഞ കുന്നുകളുടെ പശ്ചാത്തലവും ഉയർന്ന പൈൻകാടുകളുടെ ഭംഗിയും ആസ്വദിച്ച് ഞങ്ങൾ തടാകത്തിൻ്റെ അരികിലേക്ക് നടന്നു. സഞ്ചാരികൾക്ക് തികച്ചും മാജിക്കലായ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ കാഴ്ച പ്രദാനം ചെയ്യുന്നത്. ഇൻ എവറി വാക്ക് വിത്ത് നേച്ചർ വൺ റിസീവ്സ് ഫാർ മോർ ദാൻ ഹി സീക്സ്. ഒരുപാട് നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച ഈ യാത്ര അവസാനിക്കുന്നു എന്ന തിരിച്ചറിവ് ഞങ്ങളെ വിഷമത്തിലാഴ്ത്തി. പക്ഷേ കണ്ടതിലും മനോഹരമാണ് ഇനി കാണാനിരിക്കുന്നത് എന്ന തിരിച്ചറിവോടെ ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു. യാത്രകൾ അവസാനിക്കുന്നില്ല, മറ്റൊരു തുടക്കത്തിലേക്ക്.